ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ 3 ആൺതരികൾ. സാധാരണ ഞങ്ങളുടെ തലയിൽ മുടി അങ്ങനെ വളർത്താറില്ല, ഞങ്ങൾ അപ്പം തന്നെ വെട്ടിക്കും. ഇത് പിന്നെ കുറച്ച് ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം ബാർബറിൽ പോയത് ഞങ്ങൾ വെട്ടിക്കളയും. അപ്പം ഉണ്ടോ ചെറുതിന് മുടി കെട്ടി കൊടുത്തപ്പോൾ ബാക്കി രണ്ടും എന്നാൽ ഞങ്ങൾക്ക് കൂടി കെട്ടിത്താ എന്നുള്ളൊരു മട്ടിൽ അങ്ങനെ ദേ 2 പേർക്ക് മുടിയൊക്കെ വെട്ടി കൊടുത്ത് ഞങ്ങൾക്ക് പാട്ട് വെച്ച് ഡാൻസ് കളിയാണ്. സോറി, പാട്ടിൻ്റെ സൗണ്ട് ഇവിടെ പ്ലേ ചെയ്താൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് മാത്രം ഞാൻ പാട്ട് കേൾക്കുന്നില്ല. തകൃതിയായി 3 ദേ ആർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് മുടി കെട്ടി കൊടുത്തപ്പോൾ പറഞ്ഞു, ആഹാ അങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് 2 സൈഡും വേണം. അങ്ങനെ ദേ 2 സൈഡ് മുടി കെട്ടി കൊടുത്തു. ഇടൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ മുടി കഴിഞ്ഞു പോയി. ഡാൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കില്ല. മുടിയൊക്കെ എന്ത് ലാസ്റ്റ് കറങ്ങി വട്ടം കറങ്ങിയപ്പോൾ എൻ്റെ ഒന്ന് ചീത്ത കേട്ടപ്പോഴാണ് ആ കറക്കം നിർത്തിയത്. ലാസ്റ്റ് ചേട്ടൻ മുടിക്കായൊക്കെ എടുത്ത് കൊടുത്തുന്നുണ്ടെങ്കിലും ആൾ തപ്പി നോക്കി പിന്നെ കലാപമൊന്നും ഉണ്ടാക്കിയില്ല. ഡാൻസിൻ്റെ ഹാങ് ഓവറിൽ അതങ്ങനെ തുള്ളിച്ചടിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് വിട്ട് കളിച്ച് ഞങ്ങളൊരു കളി കളിക്കില്ല. അതിൻ്റെ ഇടയിൽ അമ്മാമ്മ പറഞ്ഞു, മക്കളെ ഇങ്ങനെയൊക്കെ കളിക്കുക, വെറൈറ്റി സ്റ്റെപ്പുകളുണ്ട്, സ്ഥിരം സ്റ്റെപ്പുകൾ മാത്രം ഇടാണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അപ്പനും സ്ഥിരം കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് തന്നെ മക്കൾക്കുമായിട്ട് മാറി മാറി വന്ന്. ഈ 2 എൻ്റെ വിത്തുകൾ. ഇത് കളിക്കണം കണ്ടാൽ തോന്നും അങ്ങ് പ്രോ ഡാൻസേഴ്സാണ്. ഈ ചെറുത് ചേച്ചിയുടെ കൊച്ചാട്ട, അവനാണ് ഏറ്റവും വലിയ ചെറുത്. അവൻ്റെ ഡാൻസ് കാണാനാണ് കൂടുതൽ രസം, അതുകൊണ്ടാണ് അവനെ മാത്രം ഞാൻ സൂം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നത്. ഇത് മൂത്തവൻ. ഇവർക്കൊരു ചേച്ചി പെണ്ണും കൂടി ഉണ്ട്, അവർ റൂമിൽ കയറി പഠിക്കുക കാരണം അവളെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫോണിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കണത്. ഇവരിത് മെയിനായിട്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഏത് പാട്ട് വെച്ച് കൊടുത്താലും മെലഡി സോങ് വെച്ചാലും എന്ത് പാട്ട് വെച്ചാലും ഇങ്ങേർക്ക് സ്റ്റെപ്പ് നിർബന്ധമാണ്. അതിൻ്റെ ഇടയിൽ അമ്മാമ്മ സ്റ്റെപ്പ് മാറ്റി കളിക്കും പിള്ളേരെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണ്ട. അപ്പം അമ്മാമ്മയുടെ അടുത്തേക്ക് ക്യാമറ തിരിച്ചപ്പോൾ അയ്യോ വേണ്ട എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്യാമറ തിരിച്ച് നേരെ പിള്ളേരുടെ അടുത്തേക്ക് എനിക്ക് എന്താന്ന് അമ്മമാർക്കൊക്കെ നാണം വന്ന് എന്താ ചെയ്യാം. കുറേ സ്റ്റെപ്പുകളൊക്കെ മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ പാരമ്പര്യ സ്റ്റെപ്പുകൾ മാറ്റി ഞങ്ങൾക്കൊരു കളിയില്ല എന്ന മട്ടിലാണ് ഇവന്മാരുടെ കളി. ട്രാജഡി തട്ടിമുട്ടലൊക്കെ നടക്കുന്നുണ്ട്. സാധാരണ ഒരു അടിപിടി പതിവാണെന്നുണ്ടെങ്കിലും പാട്ടിൻ്റെ ഹാങ് ഓവറിലാണോ എന്നറിയില്ല, അതങ്ങോട്ട് വഴിമാറി തെന്നി മാറിപ്പോയി. കാലൊക്കെ കളിച്ച് സ്റ്റെപ്പൊക്കെ വിടും. ഞാൻ പറഞ്ഞിട്ട് തെന്നി മൂക്കും കുത്തി വീഴരുതിട്ട മക്കളെ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മടുത്ത്. എന്തപ്പോൾ ഇവർ ഒരു പാട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാ പാട്ടെന്നല്ലേ, മുക്കാല മുക്കാപ്പില്ല ആ പാട്ടിലാണ്ടൊരു കളിയില്ല. ഇതും പിന്നെ ഒരു ഇലിമിനാറ്റി പാട്ടും എന്തായിരുന്നു വെച്ചാൽ സെയിം പാട്ടിൽ തന്നെ സ്റ്റെപ്പ് കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുക. കാണാൻ എനിക്ക് ബോറടിച്ചതെങ്കിലും അവർക്ക് ബോറടിക്കില്ല. പപ്പ പിന്നെ അതൊന്നും നോക്കാണ്ട് നല്ല അന്തസ്സായിട്ട് ഞാൻ TV കണ്ട് ഇവരുടെ ഡാൻസൊക്കെ ഞാൻ കുറേ കണ്ടതാന്നുള്ള ഇതും മട്ടിൽ. നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉള്ളത് കൊണ്ട് നാളെ ഇല്ലല്ലോ, മറ്റന്നാൾ ഒരു കല്യാണം, അതിനുള്ള പ്രാക്ടീസ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവർ ഡാൻസൊന്നും കളിക്കില്ല. തകൃതിയായിട്ട് വട്ടം കറങ്ങലും ചുറ്റും കറങ്ങലും ഒക്കെ ഉണ്ട്. ലാസ്റ്റ് തല കറങ്ങി മൂക്കും കുത്തി വീഴും. ഞാൻ പറഞ്ഞു പാട്ടൊക്കെ ഓഫ് ചെയ്തോ, കയറി കിടന്നുറങ്ങിക്കോ, കാരണം ഇത് രാത്രിയിലെ കലാപരിപാടിയാണ്. രാത്രി ഇത്ര ഹാങ് ഓവർ ആണെങ്കിൽ കിടന്നുറങ്ങാൻ ഒരു 2 മണി 1 മണിയൊക്കെ ആവും. ഞാൻ പറയും വേണ്ട മക്കളെ കിടന്നുറങ്ങും, ടാറ്റാ.